ഇതിനെയും ജിസേലിനെയും ബിഗ് ബോസ് തന്നെ കൈയോടെ പൊക്കിയിരിക്കുകയാണ്. എന്നിട്ട് വാർണിംഗും കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ബിഗ് ബോസ് ജിസേലിനോട് പറയുന്നുണ്ട് ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. അപ്പോൾ ഇത് കേട്ട് ആര്യനും ജിസേലിനും കുറെ കുറ്റം പറയുന്നുണ്ട്. അന്നേരം ബിഗ് ബോസ് പറയുന്നുണ്ട് ആര്യൻ ഇത് നിനക്കൂടെ ബാധകമാണ് എന്ന നിലയിൽ ബിഗ് ബോസ് പറയുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും കൂടെ ഒരു സോഫയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അവർ രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിച്ചു. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ജിസേലിന്റെ മൈക്ക് ആദ്യം പെതുക്കെ താഴ്ത്തി വെക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും താഴ്ത്തി വെക്കുന്നു. അത് കഴിഞ്ഞ് മൈക്ക് പൊത്തിപ്പിടിച്ച് അത് തമ്മിൽ രഹസ്യം പറയുകയാണ്. സൗണ്ട് ഒട്ടും ക്ലിയർ അല്ല എന്ന് മനസ്സിലാക്കിയ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുന്നു. ഇത് ഇവിടെ നടക്കത്തില്ല, ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഫൈനൽ വാർണിംഗ് പോലെ വാർണിംഗ് കൊടുക്കും. മൈക്കിൽ കൂടെ ജിസേൽ എന്ന് വിളിക്കുമ്പോൾ തന്നെ ആരും ഞെട്ടി എഴുന്നേക്കുന്നുണ്ട്. ജിസേലിനെ കുറ്റം പറയുന്നുണ്ട്. നിനക്ക് അറിയത്തില്ല ഇവിടുത്തെ റൂൾസ് എങ്ങനെയാണെന്ന്. മൈക്ക് കറക്റ്റായിട്ട് നേരെ വെക്കണ്ടായെന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ആയിരം കൂടെ ബാധകമാണെന്ന്. ഇത് കേൾക്കുന്ന അവിടെയുള്ള എല്ലാവരും അവരെ രണ്ടുപേരും കളിയാക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് വന്ന അനീഷ് ചോദിക്കും നിങ്ങൾ രണ്ടും എന്തെടുക്കും അവിടെ, നിങ്ങൾ രണ്ടുപേർക്കും എന്ത് രഹസ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് മൈക്ക് നേരെ വെച്ച് സംസാരിച്ചൂടെ, അല്ലെ ഞങ്ങളോട് എല്ലാവരോടും വന്നിരുന്ന് സംസാരിച്ചൂടെ, നിങ്ങൾ വന്ന ഒറ്റയ്ക്ക് ഇത്ര സംസാരിക്കേണ്ട എന്ത് ഇത്ര കാര്യമുള്ളത്, അതൊന്നും ചെയ്യാൻ പാടില്ല, ഇവിടുത്തെ നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല, റൂൾസ് കറക്റ്റായിട്ട് പാലിക്കണം പറഞ്ഞ അനീഷ് ചൂടായിട്ട് അനീഷ് തിരിച്ചു നടന്നു പോകുന്നുണ്ട്. ഇതുപോലെ ബിഗ് ബോസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ആദ്യമേ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.